ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബയോളജി ചാപ്റ്റർ 5 മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൻ്റെ പാർട്ട് 12 ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്. സോ പാർട്ട് 12 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രൂട്ടിൻ്റെ ഡെഫിനിഷൻ എന്താ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ്, ഇതുകൂടാതെ പാർട്സ് ഓഫ് ഫ്രൂട്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എന്താണ് ഫ്രൂട്ട്, അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഡെഫിനിഷൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് ഫ്രൂട്ട് ഫോം ചെയ്യുന്നതെന്ന് അറിയണം. ഇപ്പം നമുക്ക് ആൻഡ്രീഷ്യ എന്താ, ഗൈനീഷ്യ എന്താ, ഓവറി എന്താ, ഒവ്യൂൾ എന്താ, ഇത്രയും ടേംസും അതിൻ്റെ പൊസിഷനും എവിടെയാണെന്നൊക്കെ നമുക്കറിയാം. ദാറ്റ് ഈസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ഗൈനീഷ്യം എന്ന് പറയുന്നത്. ഗൈനീഷ്യത്തിൻ്റെ ബേസിലായിട്ടാണ്, അതായത് ഏറ്റവും താഴെ ഭാഗത്തായിട്ടാണ് നമുക്ക് ഓവറി കാണാൻ പറ്റുന്നത്. ഓവറി എന്ന് പറയുന്നത് ഒരു ഫ്ലാസ്ക് ലൈക്ക് സ്ട്രക്ചറാണ്, കുറച്ച് ബൾജ് ചെയ്തിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഓവറി എന്ന് പറയുന്നത്. ഈ ഓവറിയുടെ ഉള്ളിലാണ് ഒവ്യൂൾസ് കാണാൻ പറ്റുന്നത്. ഈ ഓവറിയുടെ ഉള്ളിൽ നമുക്ക് ഒന്നിൽ കൂടുതലോ ഒവ്യൂൾസ് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഓവറിയിലെ ഒവ്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. സോ ഇങ്ങനെയുള്ള ഓരോ ഒവ്യൂളിൻ്റെ ഉള്ളിലും ഓരോ ഫീമെയിൽ ഗ്യാമറ്റ് കാണാൻ പറ്റും. ഇങ്ങനെ ഈ ഒവ്യൂളിനുള്ളിലാണ് ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അതായത് സ്റ്റിഗ്മയിലെത്തുന്ന പോളൻ ഗ്രെയിൻസ് പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പോളൻ ട്യൂബിലൂടെ മെയിൽ ഗ്യാമറ്റ് ഒവ്യൂളിനുള്ളിലെത്തുന്നു. ഇവിടെ വെച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആൻജിയോസ്പേമിൻ്റെ ലൈഫ് സൈക്കിൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒവ്യൂളിനുള്ളിൽ സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ സൈഗോട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഈ സൈഗോട്ടിന് ചുറ്റുമുള്ള കവറിങ്, അതായത് ഒവ്യൂള് ഡെവലപ്പ് ചെയ്തിട്ട് സീഡായിട്ട് മാറുന്നു. ആൻഡ് ഇതിൻ്റെ ഏറ്റവും പുറമേ ഉള്ള കവറിങ്, ദാറ്റ് ഈസ് ഓവറി ഡെവലപ്പ് ചെയ്തിട്ട് ഫ്രൂട്ടായിട്ട് മാറുന്നു. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഫ്രൂട്ടിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫ്രൂട്ടിൻ്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ മെച്യൂർ ഓർ റൈപ്പൻഡ് ഓവറി ഡെവലപ്പ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. അതായത് മെച്യൂർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റൈപ്പൻ ആയിട്ടുള്ളത്, റൈപ്പൻ മീൻ പഴുക്കുക എന്നാണ് അർത്ഥം, അങ്ങനെയുള്ള ഓവറിയാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ മെച്യൂർ, റൈപ്പൻ ഇങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് ടേമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ഫ്രൂട്ട്, പഴം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫ്ലഷി ആയിട്ടുള്ള ഒരു ഭാഗമാണ് മനസ്സിലേക്ക് വരിക. പക്ഷേ ഈ ഫ്ലഷി ആയിട്ടുള്ള ഭാഗത്തിന് മാത്രമല്ല ഫ്രൂട്ട് എന്ന് പറയുന്നത്. ബിക്കോസ് ചില പ്ലാന്റ്സിൽ ഈ ഓവറി മെച്യൂറായി കഴിയുമ്പം അത് ഫ്ലഷി ആയിട്ട് മാറില്ല. ഫോർ എക്സാമ്പിൾ നമ്മളുടെ കോക്കനട്ട്, തേങ്ങ എന്ന് പറയുന്നത് ഫ്ലഷി ആയിട്ടല്ല മാറുന്നത്, മെച്യൂറായിട്ട്, അതായത് കുറച്ചുകൂടി ഹാർഡായിട്ടാണ് ഇതിൻ്റെ ഓവറി മാറുന്നത്. സോ അതുകൊണ്ടാണ് ഡെഫിനിഷനിൽ രണ്ട് ഡിഫറെൻറ്റ് ടേം യൂസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് മെച്യൂർ ഓർ റൈപ്പൻഡ് ഓവറി. അതിനെയാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ബിക്കോസ് നമ്മൾ ഇതിൻ്റെ മുൻപ് ജിംനോസ്പേം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജിംനോസ്പേമിനെ നമ്മൾ മറ്റൊരു പേരും കൂടി പറയും, ദാറ്റ് ഈസ് നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്. അതായത് അവരിൽ സീഡ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. സീഡിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള ആ കോട്ടിങ്, ഫ്ലഷി അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള ഒരു കോട്ടിങ് കാണാൻ പറ്റില്ല. സോ ഈ ഫ്രൂട്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് ആൻജിയോസ്പേമിൽ മാത്രം, അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഫ്രൂട്ട് രണ്ട് രീതിയിൽ ഫോം ചെയ്യാം. ഒന്ന് നമ്മൾ പഠിച്ചതുപോലെ, ദാറ്റ് ഈസ് ഓവറിയുടെ ഉള്ളിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷന് ശേഷം സീഡ് ഡെവലപ്പ് ചെയ്യുന്നു, ഓവറി ഡെവലപ്പ് ചെയ്തിട്ട് ഫ്രൂട്ടായിട്ട് മാറുന്നു. എന്നാൽ ചില പ്ലാന്റ്സിൽ ഈ ഓവറിയുടെ ഉള്ളിൽ ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നില്ല, പക്ഷേ ഈ ഓവറി ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഫ്രൂട്ടായിട്ട് മാറുന്നു. അപ്പം ഇത്തരം ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ അതിനുള്ളിൽ സീഡ് ഫോർമേഷൻ നടക്കുന്നില്ല. സോ നിങ്ങൾ ചില ഫ്രൂട്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, അതിൽ നമുക്ക് സീഡ് കാണാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പൈനാപ്പിൾ, ബനാന, ഈ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ സീഡ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഫ്രൂട്ട്സിനെയാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് when a fruit is formed without fertilization of ovary, it is called a parthenocarpic fruit. ഓവറിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഫ്രൂട്ട് ഫോർമേഷൻ നടക്കുകയാണെങ്കിൽ അതിനെയാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് നമുക്ക് നേച്ചറിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാറുണ്ട്.
ഫോർ എക്സാമ്പിൾ നമുക്ക് കടയിലൊക്കെ ചില സമയത്ത് സീഡില്ലാത്ത വാട്ടർമെലൺ, അതുപോലെ തന്നെ ഗ്രേപ്പ്, ഓറഞ്ച് ഇതൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ ആർട്ടിഫിഷ്യലി ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആണ്. പക്ഷേ ഇത് നാച്ചുറലി ഒക്കറിങ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആണ്. പൈനാപ്പിൾ, അതുപോലെ തന്നെ ബനാന തുടങ്ങിയതല്ല. സോ നമ്മൾ ഫ്രൂട്ടിന്റെ ഡെഫിനേഷൻ അതുപോലെ 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്സ് ഓഫ് ഫ്രൂട്ട് ആണ്. സോ ഒരു ഫ്രൂട്ടിന് ജനറലി 2 പാർട്ടാണ് കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് വോൾ അല്ലെങ്കിൽ പെരിക്കാർ. അതിനുള്ളിലായിട്ട് നമുക്ക് സീഡ്സും കാണാൻ പറ്റും. ഇതാണ് ജനറലി ഒരു ടിപ്പിക്കൽ ഫ്രൂട്ടിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്. എന്നാൽ ചില ഫ്രൂട്ട്സിൽ ഈ പെരിക്കാർ, അതായത് ഏറ്റവും പുറമേ ഉള്ള ഭാഗം ഡ്രൈ ആയിട്ട് കാണാൻ പറ്റും, ചില സമയത്ത് ഫ്ലഷി ആയിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ പുറമേ ഉള്ള ഭാഗം ഫ്ലഷി ആയിട്ട് കാണപ്പെടുന്ന ഫ്രൂട്ടിന് എക്സാമ്പിളാണ് മാംഗോ. ഇത്തരം ഫ്രൂട്ട്സിൽ പെരികാർപ്പിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും: എപ്പികാർപ്പ്, മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ്. എപ്പികാർപ്പ് എന്ന് പറയുന്നത് ആ ഫ്രൂട്ടിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഭാഗമായിരിക്കും. ആൻഡ് മീസോകാർപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള, മാങ്ങയുടെ കാര്യത്തിലാണെങ്കിൽ മാങ്ങയുടെ തൊലി എന്ന് പറയുന്നതായിരിക്കും എപ്പികാർപ്പ്. അതിനുള്ളിലുള്ള ഫ്ലഷി ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള ഭാഗമാണ് മീസോകാർപ്പ്. അതിനുശേഷം അതിൻ്റെ സീഡിനോട് ചേർന്നിട്ട് സ്റ്റോണി ഹാർഡായിട്ടുള്ള എൻഡോകാർപ്പ്. ഡ്രൈ ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള പെരികാർപ്പ് കാണപ്പെടുന്ന ഫ്രൂട്ടിന് എക്സാമ്പിളാണ് കോക്കനട്ട്. സോ കോക്കനട്ടിൻ്റെ ഏറ്റവും പുറമെ വരുന്ന ഭാഗത്തിനെയാണ് എപ്പികാർപ്പ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലായിട്ട് വരുന്ന ഫൈബ്രസ് ആയിട്ടുള്ള, നമ്മൾ ചകിരി എന്നൊക്കെ പറയുന്ന ആ ഭാഗത്തിനെയാണ് മീസോകാർപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ചിരട്ട എന്നൊക്കെ പറയുന്ന കോക്കനട്ട് ഷെല്ലാണ് അതിൻ്റെ എൻഡോകാർപ്പ്. ഇതിനുള്ളിലുള്ള ഈ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം, നമുക്ക് എഡിബിൾ ആയിട്ടുള്ള ഭാഗമാണ് അതിൻ്റെ സീഡ് എന്ന് പറയുന്നത്. ഈ 2 ഫ്രൂട്ടിനെയും, അതായത് മാംഗോ ആൻഡ് കോക്കനട്ട്, ഈ 2 ഫ്രൂട്ടിനെയും ഡ്രൂപ്പ് എന്നാണ് പറയുന്നത്. സോ ഡ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണ്. അതായത് ഇത്തരം ഫ്രൂട്ട് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറിയിൽ നിന്നായിരിക്കും. ഇത് കൂടാതെ സിംഗിൾ സീഡഡ്, അതായത് ഓരോ ഓവറിയിലും ഒരൊറ്റ സീഡ് മാത്രം കാണപ്പെടുന്ന ഫ്രൂട്ടായിരിക്കും ഡ്രൂപ്പ് എന്ന് പറയുന്നത്. മോണോകാർപ്പലറി മീനിങ്, കാർപ്പൽ എന്താണെന്ന് നമുക്കറിയാലോ. ഗൈനീഷ്യത്തിന്റെ ഓരോ യൂണിറ്റിനെയാണ് കാർപ്പൽ എന്ന് പറയുന്നത്. അപ്പം മോണോകാർപ്പലറി മീൻസ് ഒരു കാർപ്പൽ മാത്രമുള്ള ഫ്ലവേഴ്സിനെയാണ് മോണോകാർപ്പലറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ള വേർഡ് സുപ്പീരിയർ ഓവറി എന്നാണ്. അതായത് ഇവിടെ ഫ്ലവറിൽ ഓവറി സുപ്പീരിയർ ആയിരിക്കും. അതായത് ഫ്ലവറിന്റെ മറ്റു വോൾസ്, ദാറ്റ് ഈസ് കാലിക്സ്, കൊറോള ആൻഡ് ആൻഡ്രീഷ്യം, ഈ 3 വോൾസിനും മുകളിലായിട്ടാണ് ഓവറി കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഫ്ലവറിന്റെ പൊസിഷന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പം സുപ്പീരിയർ ഓവറിയുള്ള ഫ്ലവേഴ്സിന് എന്താ പറഞ്ഞിരുന്നത്? ഹൈപ്പോഗൈനസ്. സോ ഹൈപ്പോഗൈനസ് ഫ്ലവർ ആയിരിക്കും. മാത്രമല്ല മോണോകാർപ്പലറി കണ്ടീഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരൊറ്റ കാർപ്പൽ മാത്രമേ കാണുള്ളൂ. ഈ കാർപ്പലിന്റെ ഓവറി എന്ന് പറയുന്നത് സുപ്പീരിയർ ആയിരിക്കും. ഇത് കൂടാതെ ഇങ്ങനെയുള്ള ഓരോ ഫ്ലവറിൽ നിന്നും ഒരൊറ്റ സീഡ് മാത്രമാണ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്മൾ മാവിൻ്റെ ഫ്ലവേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ മാമ്പൂവിൽ നിന്ന്, ഓരോ ഫ്ലവറിൽ നിന്നും ഒരൊറ്റ മാങ്ങ, ഒരൊറ്റ മാംഗോ മാത്രമേ ഫോം ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് കോക്കനട്ടിൻ്റെ കാര്യം. കോക്കനട്ടിൻ്റെ ഫ്ലവേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയൊരു കൊലയായിട്ട്, ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ടാണ് കോക്കനട്ടിൻ്റെ ഫ്ലവർ കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള ഈ ഓരോ ഫ്ലവറിൽ നിന്നും ഒരൊറ്റ കോക്കനട്ട് മാത്രമാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ 1 സീഡഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് in mango and coconut, the fruit is known as a drupe. They develop from monocarpellary superior ovaries and are 1 seeded. ഓക്കെ, നമുക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫ്രൂട്ടിനെ കുറിച്ചാണ്. ഒരു പ്ലാന്റിൽ മെച്യൂർ ആൻഡ് റൈപ്പൻഡ് ഓവറിയാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷന് ശേഷമായിരിക്കും. ഈ ഫ്രൂട്ട് എന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ദാറ്റ് ഈസ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ മാത്രമേ നമുക്ക് ഫ്രൂട്ട് ഫോർമേഷൻ കാണാൻ പറ്റുള്ളൂ. ചില പ്ലാന്റ്സിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഫ്രൂട്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഓവറി ഡയറക്റ്റ്ലി ഒരു ഫ്രൂട്ടായിട്ട് മാറുന്നുണ്ട്. അത്തരം ഫ്രൂട്ടിനെയാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ സീഡ്സ് കാണാൻ പറ്റില്ല. ബിക്കോസ് അവിടെ ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ സീഡ്സ് കാണാൻ പറ്റില്ല. സോ കോമൺലി ഒരു ഫ്രൂട്ടിന് ഒരു ഫ്രൂട്ട് വാൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പെരികാർപ്പ് കാണാൻ പറ്റും. ഇതുകൂടാതെ ഇതിനുള്ളിലായിട്ട് സീഡ് കാണാൻ പറ്റും. ചില പ്ലാന്റ്സിൽ ഈ പെരികാർപ്പ് എന്ന് പറയുന്നത് ഫ്ലഷി ആയിരിക്കും, ചില പ്ലാന്റ്സിൽ ഡ്രൈ ആയിരിക്കും. അപ്പം
ഫ്ലഷി ആൻഡ് തിക്ക് ആയിട്ടുള്ള പെരികാർപ്പാണ് കാണുന്നതെങ്കിൽ അതിനെ 3ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഏറ്റവും പുറമേ ആയിട്ട് കാണുന്ന ഭാഗത്തിനായിരിക്കും എപ്പികാർപ്പ് എന്ന് പറയുന്നത്, മിഡിലിൽ കാണുന്ന ഭാഗത്തിനായിരിക്കും മീസോകാർപ്പ് എന്ന് പറയുന്നത്, ആൻഡ് ഏറ്റവും ഉള്ളിലായിട്ട് വരുന്ന ഭാഗത്തിനായിരിക്കും എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. ഇത്തരം ഫ്രൂട്ടിന് എക്സാമ്പിളാണ് മാംഗോ. മാംഗോയിൽ ഏറ്റവും പുറമേ ആയിട്ട് കാണുന്ന മാങ്ങയുടെ തൊലി എന്ന് പറയുന്നതാണ് എപ്പികാർപ്പ്. അതിനുള്ളിൽ വരുന്ന എഡിബിൾ ആയിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള ഭാഗമാണ് മീസോകാർപ്പ്. ഇതിനുള്ളിലായിട്ട് വരുന്ന സീഡിനെ പ്രൊട്ടക്ട് ചെയ്ത് കവർ ചെയ്തുകൊണ്ട് കാണുന്ന ഹാർഡ് ആൻഡ് സ്റ്റോണി ആയിട്ടുള്ള ഭാഗത്തിനാണ് എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലായിട്ടായിരിക്കും സീഡ് കാണാൻ പറ്റുന്നത്. ഈ പെരികാർപ്പ് ഡ്രൈ ആൻഡ് ഹാർഡായിട്ട് കാണപ്പെടുന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് കോക്കനട്ട് എന്ന് പറയുന്നത്. കോക്കനട്ടിൻ്റെ ഏറ്റവും പുറമെ വരുന്ന ഭാഗത്തിനെയാണ് എപ്പികാർപ്പ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലായിട്ട് വരുന്ന ഫൈബ്രസ് ആയിട്ടുള്ള ഭാഗത്തിനെയാണ് മീസോകാർപ്പ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലായിട്ട് ഹാർഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഇന്നർ സ്റ്റോണി ആൻഡ് ഹാർഡ് ആയിട്ടുള്ള ഭാഗത്തിനെയാണ്, അതായത് ചിരട്ട എന്ന് പറയുന്ന ഭാഗത്തിനെയാണ് എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലായിട്ടാണ് നമുക്ക് അതിൻ്റെ സീഡ് കാണാൻ പറ്റുന്നത്. ഈ കോക്കനട്ട് ആൻഡ് മാംഗോ ഈ 2 ഫ്രൂട്ടിനെയും ഡ്രൂപ്പ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഈ ഡ്രൂപ്പ് ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറിയിൽ നിന്നായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരൊറ്റ കാർപ്പൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവറിൽ നിന്നായിരിക്കും ഇവർ ഫോം ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ ഈ ഫോം ചെയ്തിട്ടുള്ള ഈ ഓവറി എന്ന് പറയുന്നത് സുപ്പീരിയർ ആയിരിക്കും. ദാറ്റ് മീൻസ് അതിൻ്റെ മറ്റ് വോൾസ് ആയിട്ടുള്ള കാലിക്സ്, കൊറോള ആൻഡ് ആൻഡ്രീഷ്യം ഇതെല്ലാം ഈ ഗൈനീഷ്യത്തിന് താഴെ ഭാഗത്തായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സിൽ നിന്നായിരിക്കും ഈ ഡ്രൂപ്പ് ഫ്രൂട്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഓരോ ഫ്ലവേഴ്സിൽ നിന്നും ഒരൊറ്റ സീഡ് മാത്രമാണ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1 സീഡഡ് ഫ്രൂട്ട്സ് ആയിരിക്കും ഡ്രൂപ്പ് വെറൈറ്റിയിൽ കാണാൻ പറ്റുന്നവ. സോ നമ്മൾ ഫ്രൂട്ട് എന്ന ഭാഗവും കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സീഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഭാഗമായിട്ട് റിലേറ്റഡ് ആയിട്ട് 2017 നീറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് കോക്കനട്ട് ഫ്രൂട്ട് ഈസ് എ ഓപ്ഷൻ 1 ഡ്രൂപ്പ്, ഓപ്ഷൻ 2 ബെറി, ഓപ്ഷൻ 3 നട്ട്, ഓപ്ഷൻ 4 ക്യാപ്സ്യൂൾ. അപ്പം നമ്മൾ ഈ ഭാഗം പഠിക്കാതെയാണ് പോയിട്ടുള്ളതെങ്കിൽ നമ്മൾ മിക്കവാറും നിങ്ങൾ ആൻസർ ചെയ്യാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ 3 നട്ട് എന്നാണ്. ബിക്കോസ് കോക്കനട്ട് എന്നല്ലേ പറയുന്നത്. ഇപ്പം നമുക്കറിയാലോ കോക്കനട്ട് ഏത് തരം ഫ്രൂട്ടാണ്. കോക്കനട്ട് എന്ന് പറയുന്നത് ഡ്രൂപ്പിന് എക്സാമ്പിളാണ്. സോ നമുക്ക് ഇനി മാംഗോ ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഡ്രൂപ്പ് എന്നാണ് ആൻസർ ചെയ്യേണ്ടത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഓൺ ദ കമൻറ്റ് സെക്ഷൻ. ഓർ സ്റ്റഡി ബോട്ടണിയെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.